വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ സംസിലി ഷെയറിങ്സ്. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിലെ ഹിസ്റ്ററി ഒക്കെ കണ്ട് വേറൊരു എക്സിബിഷനിലേക്ക് കയറിയപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഡോം നിറയെ ഇങ്ങനെ ഗ്രാഫിക്സ് ആയിരുന്നു, ഫുൾ ഫ്ലവേഴ്സും പെറ്റൽസ് ഒക്കെ ആയിട്ട്. ഓഡിയോ വിഷ്വൽ എഫക്ട്സിൻ്റെ കൂടെ ഒരു സെൻസ് ഓഫ് സ്മെല്ലും കൂടെ തന്നിട്ടുണ്ടായിരുന്നു, കുറേ ഫ്ലോറൽ സെൻറ്റൊക്കെ ആക്കിയിട്ട് നല്ലൊരു രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു റാമ്പ് പോലത്തെ ഒരു സ്ഥലത്തേക്ക് നടന്നപ്പം ഒരു വാളിൻ്റെ ഒരു സൈഡ് ഫുൾ ഇങ്ങനെ ഗ്രാഫിക്സ് ആണ്, ഒരു ഫോറസ്റ്റ് ആണ് അവർ കാണിച്ചേക്കുന്നത്. നമുക്ക് ഇനിയും അറിയാത്തതായിട്ടുള്ള എന്തൊക്കെയോ ജീവികളുണ്ടായിരുന്നു മൂവിങ് ആയിട്ട്. അതിനും ഓഡിയോ വിഷ്വൽ എഫക്ട്സ് ഒക്കെ ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഞങ്ങളതൊക്കെ കണ്ടിങ്ങനെ നടന്നു. അതൊരു 10-15 മിനിറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് അവസാനിപ്പിച്ചു. നമ്മൾ പുറത്ത് പോകാൻ നോക്കിയപ്പോൾ നല്ല വലിയ മഴയായിരുന്നു. കുറച്ചും കൂടെ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മഴ തുറന്നപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഭയങ്കര ഹ്യൂമിഡായിരുന്നു കേട്ടോ. ഈ സാധാരണ വലിയ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ മാർച്ച് ഏപ്രിൽ ആ ഹീറ്റുള്ള സമയത്ത് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം നടക്കാനുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. റിജേച്ചിയുടെ ഹോട്ടലിൻ്റെ അടുത്ത് നല്ലൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ കാണുന്നത് SMU ആണ്, സിംഗപ്പൂർ മാനേജ്മെൻറ്റ് യൂണിവേഴ്സിറ്റി. വലിയ ക്യാമ്പസാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിൻ്റെ വേറെ ബിൽഡിങ്സൊക്കെ ഉണ്ട്. പിന്നെ ഇത് എന്താ പറയുക, ചുറ്റോടും വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് നല്ലൊരു എൻവയോൺമെൻറ്റ് ആണ്. ഈവനിങ് ഒക്കെ ആകുമ്പം ഇവിടെ കുട്ടികളൊക്കെ കൂടിയിരുന്ന് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യും, ഗിറ്റാറൊക്കെ വായിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇവർ കണ്ടു അത്ര നല്ല വൈബാണ്. കുറേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. ഇവിടെ ഓഫർ ചെയ്യുന്നത് ബിസിനസ് റിലേറ്റഡ് കോഴ്സസ് ഒക്കെയാണ്. UG ആൻഡ് PG ഉണ്ട്. ലൈക്ക് ബിസിനസ് മാനേജ്മെൻറ്റ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്, പിന്നെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ലൈക്ക് എഞ്ചിനീയറിംഗ് കോഴ്സസ് ഉണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, അങ്ങനത്തെ കുറച്ച് കോഴ്സസ് ഉണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലെല്ലാം കാണാം. നല്ലൊരു കോളേജാണ് കേട്ടോ. കുറേ സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഫീസ് വന്നിട്ട് ചിലപ്പം ഹയർ സൈഡിലേക്കായിരിക്കും. കാരണം ഓൾറെഡി മാനേജ്മെൻറ്റ് കോഴ്സസിന് കുറച്ച് ഹയർ എൻഡിലേക്കാണ് ഫീ വരാറ്. ഇപ്പം സിംഗപ്പൂർ ഡോളേഴ്സിലേക്ക് കൂടെ ആക്കുമ്പം കൺവേർട്ട് ചെയ്ത് നോക്കുമ്പം എന്തായാലും ഹയർ എൻഡിലേക്കായിരിക്കും. പിന്നെ അക്കോമഡേഷൻ്റെയും അതൊക്കെ ഉണ്ടാവില്ലേ, മേ ബി ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. ബട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത് കുറച്ചൊരു ഹയർ എൻഡിലേക്കുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ കൂടെ നടന്നു. കുറച്ച് ഒരു 5-10 മിനിറ്റ്സ് വാക്ക് ഉണ്ടായിരുന്നു ഇവിടുന്ന്. ഞാൻ നടക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മെട്രോ കാർഡും എൻ്റെ പോക്കറ്റിൽ നിന്ന് ഇവിടെ എവിടെയോ ചാടിപ്പോയിട്ടുണ്ട്. ഞാൻ ഫോണും കാർഡൊക്കെ ഒരു സ്ഥലത്ത് വെച്ചതുകൊണ്ട് കാർഡ് എൻ്റെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഈ കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താ പറയുക, നല്ല കുറേ റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഒരു കോംപ്ലക്സ് ആണ് കേട്ടോ ഇവിടെ. പിന്നെ ചുറ്റും കോളേജൊക്കെ ഉള്ളതുകൊണ്ട് സ്റ്റുഡൻസ് കുറേ വരുമല്ലോ, അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും പിന്നെ നല്ല വെറൈറ്റീസ് ഓഫ് ഡിഷസും നല്ല മെനു ആണ് ഇവിടുത്തെ മിക്ക റെസ്റ്റോറൻറ്റ്സിലും. ഫുഡ് മാത്രമല്ല ബെവറേജസും ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. ഹാപ്പി ഹവേഴ്സിൽ നല്ല ഡീൽ കിട്ടുന്ന ബിയർ ഓഫേഴ്സൊക്കെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലോക്കൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇവിടുത്തെ ഒരു ഫുഡ് കോർട്ടിലേക്കാണ് വന്നത്. ഇതാണ് ഷൈജു ഹോട്ടൽ ഗൈസ്. ഇത് റീജേച്ചിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഞങ്ങൾ 3 പേരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ മീറ്റ് ചെയ്തു. ഞങ്ങളൊരു ലോക്കൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കോർട്ടിൽ വന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് വോണ്ടൻ നൂഡിൽസാണ്. ഞങ്ങൾ 2 പേരും വോണ്ടൻ നൂഡിലും റീജേച്ചി കിംചി ഫ്രൈഡ് റൈസുമാണ് ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാനും റീജേച്ചിയും വീണ്ടും ബുഗി സ്ട്രീറ്റിലേക്ക് പോയി. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണി 3 മണിയൊക്കെ ആയിരുന്നു ഞങ്ങളവിടെ പോയിട്ടാകുമ്പം. അത് കഴിഞ്ഞ് ഞാൻ കാണാത്ത കുറേ സ്ഥലത്തേക്കൊക്കെ എന്നെ റീജേച്ചി കൊണ്ടുപോയി, ബുഗി സ്ട്രീറ്റിലെ തന്നെ. അങ്ങനെ അവിടുന്ന് വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ കുറേ നേരം നിന്ന് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ബ്രിജോവും ഷൈജുവേട്ടനും ഞങ്ങളെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രേമ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. നല്ല കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ ഞാൻ അതിനു വേണ്ടിയിട്ട് എൻ്റെ ടൈം മാറ്റി സ്പെയർ ചെയ്ത് വെച്ചു. അപ്പം അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഉണ്ടാവാതിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ 4 പേരും കൂടെ ഹോട്ടലിലേക്ക് പോവുകയാണ് പിന്നെ ചെയ്തത് ഗൈസ്. ദ മോർ ദ മെറിയർ എന്നല്ലേ, അതേപോലെ തന്നെ ഞങ്ങൾ 4 പേരും ഉള്ളതുകൊണ്ട് നല്ല ഫണ്ണായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ബ്രിജുവും മാത്രമുള്ളപ്പോൾ അത് വേറെ കൈൻഡ് ഓഫ് ഫണ്ണാണ്. ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ അതും വേറെ കൈൻഡ് ഓഫ് ഫണ്ണാണ്. എന്തായാലും ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഡേ ഇൻഡീഡ്. നല്ല ദിവസമായിരുന്നു. വി ഓൾ എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ.